നമസ്കാരം, സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്കുള്ള ധനസഹായ വിതരണം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ആശ്രിതർക്ക് കൈമാറി. ലഭിക്കുക സർക്കാർ പ്രഖ്യാപിച്ച 5 ലക്ഷം ഉൾപ്പെടെ 14 ലക്ഷം രൂപ. ഇംഗ്ലീഷ് പരിപോഷണ പരിപാടിയുമായി കുറുവ UP സ്കൂൾ. എബിലേസിൽ ഇംഗ്ലീഷ് രസകരവും ലളിതവുമായി പഠിക്കാം. കുട്ടികൾക്ക് ഇനി ധൈര്യമായി ഇംഗ്ലീഷിനെ നേരിടാം. രാമായണ മാസത്തിന് ഇനി നാളുകൾ മാത്രം. വടക്കേ മലബാറിലെ നാലമ്പല ദർശന മാർഗനിർദ്ദേശങ്ങളുമായി ക്ഷേത്ര ഭാരവാഹികൾ. ദർശനത്തിനെത്തുന്നവർ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ലഘുഭക്ഷണങ്ങൾ ഭക്തർക്ക് ഒരുക്കുമെന്നും ഭാരവാഹികൾ. വാർത്തകൾ വിശദമായി. കുവൈറ്റിൽ തൊഴിലാളികൾ താമസിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ ജില്ലയിൽ നിന്ന് മരണപ്പെട്ടവർക്ക് സർക്കാരിൻ്റെ ധനസഹായം. ധർമ്മടം വാഴയിൽ വിശ്വാസ് കൃഷ്ണന്റെ കുടുംബത്തിനുള്ള ധനസഹായമാണ് രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വിശ്വാസ് കൃഷ്ണന്റെ അമ്മ കെ ഹേമലതയ്ക്ക് കൈമാറിയത്. ധർമ്മടം വാഴയിൽ വിശ്വാസ് കൃഷ്ണന്റെ കുടുംബത്തിനുള്ള ധനസഹായമാണ് രജിസ്ട്രേഷൻ മ്യൂസിയം വകുപ്പ് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി വിശ്വാസ് കൃഷ്ണന്റെ അമ്മ കെ ഹേമലതയ്ക്ക് ആദ്യം കൈമാറിയത്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപ ഉൾപ്പെടെ 14 ലക്ഷം രൂപയാണ് ധനസഹായമായി നൽകുന്നത്. കണ്ണൂർ കുറുവ ഉണ്ണാങ്കണ്ടി അനീഷ് കുമാറിന്റെ വീട്ടിലും പെരിങ്ങോം വയക്കര കുറ്റൂർ ഹൌസ് നിതിന്റെ വീട്ടിലുമെത്തി മരിച്ചവരുടെ ആശ്രിതർക്ക് മന്ത്രി ധനസഹായം കൈമാറി. കഴിഞ്ഞ ജൂൺ 12-നായിരുന്നു കുവൈത്ത് മംഗഫിൽ വൻ ദുരന്തമുണ്ടായത്. മുഖ്യമന്ത്രി നിർദ്ദേശമനുസരിച്ച് ചെയ്യാൻ കഴിയാവുന്ന സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നൊരു നമ്മുടെ വാസി സുഹൃത്തുക്കളുണ്ട്. യൂസഫ് അലിയുടെ ലക്ഷമുണ്ട്, പിന്നെ കിബി പിള്ളയുടെ 2 ലക്ഷം, സ്റ്റീഫൻ അദ്ദേഹത്തിൻ്റെ 2 ലക്ഷം, അങ്ങനെ എല്ലാവരും ഉൾച്ചേർന്നിട്ട് 14 ലക്ഷത്തിൻ്റെ ഒരു നിധിയാണിപ്പോൾ നൽകിയിരിക്കുന്നത്. ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രി കാണിക്കുന്ന ജാഗ്രതയുടെ ശ്രദ്ധയുടെ ഭാഗമായിട്ടാണ് മറ്റുള്ള ഞങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കളും സഹായിക്കാൻ രംഗത്ത് വന്നു. മുഖ്യമന്ത്രി സ്വീകരിക്കുന്ന ഏത് നടപടികളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൻ്റെ ശിലാകേന്ദ്രമാണ് ധർമ്മടം പറയുന്നത്. മണ്ഡലത്തിൻ്റെ പേര് തന്നെ ധർമ്മടം എന്നാണ്. ഇന്നലെ നമ്മുടെ നിയമസഭാ സമ്മേളനം 11-ാം തീയതി വരെ നീണ്ടു നിൽക്കുന്നതാണ്. പക്ഷേ ഇന്ന് ഈ ആഴ്ചയിലെ സമ്മേളനം എല്ലാ ദിവസവും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് സമാപിച്ചു. ഇന്നിവിടെ വന്ന് ഈ പറയുന്ന വിശിഷ്ട സാന്നിധ്യത്തിൽ ഈ ദുഃഖഭരിതമായി ജീവിക്കുന്ന ഈ കുടുംബത്തിന് ഈ സഹായങ്ങൾ നേരിട്ട് ഏൽപ്പിക്കണമെന്ന് ഈ മണ്ഡലത്തിൻ്റെ പ്രതിനിധി കൂടിയായ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശമനുസരിച്ചാണ് കണ്ടുവന്നു. ഇത് നമ്മുടെ പ്രിയപ്പെട്ട അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി SFI നിലനിർത്തി. യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ SFIയുടെ സമഗ്രാധിപത്യമായിരുന്നു കാണാനായത്. ഇന്ന് നടന്ന തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകളിലും SFI സ്ഥാനാർത്ഥികൾ വിജയിച്ചു. ചെയർപേഴ്സണായി ആര്യ കെയും ജനറൽ സെക്രട്ടറിയായി പ്രവിശ്യ PN വൈസ് ചെയർപേഴ്സണായി ആതിര കെയും തെരഞ്ഞെടുക്കപ്പെട്ടു. 4 നൂറ്റാണ്ടായി SFI ആണ് യൂണിയൻ ഭരിക്കുന്നത്. കണ്ണൂർ താവക്കരയിലെ സർവകലാശാല ആസ്ഥാനത്ത് നടന്ന തെരഞ്ഞെടുപ്പിൽ നടന്ന 8 സീറ്റുകളിലും SFI തൂത്തുവാരി. SFIയും UDSFും തമ്മിലായിരുന്നു പ്രധാന പോരാട്ടം. രാവിലെ 10-ന് ആരംഭിച്ച വോട്ടെടുപ്പിനിടെ നേരിയ തോതിൽ സംഘർഷമുണ്ടായിരുന്നു. കനത്ത പോലീസ് സുരക്ഷയിലായിരുന്നു തെരഞ്ഞെടുപ്പ് നടന്നത്. സുതാര്യത ഉറപ്പാക്കാൻ ഇടപെടൽ ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ച് UDSF അനുകൂല ഉത്തരവ് നേടിയിരുന്നു. ഒടുവിൽ ഫലം പുറത്തുവന്നപ്പോൾ SFI വിജയിക്കുകയായിരുന്നു. സിറ്റി ന്യൂസ്, കണ്ണൂർ. കണ്ണൂർ യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സംഘർഷം. KSU SFI പ്രവർത്തകർ തമ്മിലാണ് സംഘർഷമുണ്ടായത്. യൂണിവേഴ്സിറ്റിയിൽ പോലീസ് ലാത്തി ചാർജ് നടത്തി. വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം ശക്തമായ പോലീസ് സുരക്ഷ ഉറപ്പുവരുത്തിയിട്ടും സംഘർഷമുണ്ടാവുകയായിരുന്നു. KSUവിന്റെ അംഗങ്ങളുടെ തിരിച്ചറിയൽ കാർഡ് SFI പ്രവർത്തകർ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി എന്നാരോപിച്ചുണ്ടായ വാക്കുതർക്കമാണ് ഇരുവിഭാഗവും തമ്മിലുള്ള സംഘർഷത്തിൽ കലാശിച്ചത്. രാവിലെ തന്നെ സുരക്ഷാ മുൻകരുതൽ വിലയിരുത്താൻ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ യൂണിവേഴ്സിറ്റിയിൽ എത്തിയിരുന്നു. സിറ്റി ന്യൂസ്, കണ്ണൂർ.
കാടാച്ചിറ മാളികപ്പറമ്പിൽ വീണ്ടും പുലി ഇറങ്ങിയതായി സംശയം. ശ്മശാനത്തിനടുത്ത് പറമ്പിലെ കുറ്റിക്കാട്ടിൽ പുലി ഇരിക്കുന്നതായി കണ്ടതായി സമീപവാസി. കഴിഞ്ഞയാഴ്ച ഗ്യാസ് ഗോഡൌണിന് അടുത്ത് പുലിയെ കണ്ടതായി ഡ്രൈവർമാർ അറിയിച്ചതിനെ തുടർന്ന് വനം വകുപ്പ് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് പുലിയെ കണ്ട പ്രദേശത്ത് വനം വകുപ്പ് തിരച്ചിൽ നടത്തി. പ്രദേശവാസികളെ ഭീതിയിലാഴ്ത്തി ഇത് രണ്ടാം തവണയാണ് മാളികപ്പറമ്പ് പ്രദേശത്ത് പുലിയെ കണ്ടതായുള്ള അഭ്യൂഹങ്ങൾ പരക്കുന്നത്. നേരത്തെ ഗ്യാസ് ഗോഡൌണിന് സമീപം വീടിന്റെ മേൽക്കൂരയിലെ ഷീറ്റുകൾക്ക് മുകളിൽ പുലിയെ കണ്ടതായിരുന്നു വാർത്ത പ്രചരിച്ചത്. ഗോഡൌണിൽ ലോഡുമായി എത്തിയ ഡ്രൈവറാണ് പുലിയെ കണ്ടതായി നാട്ടുകാരെ അറിയിച്ചത്. ഇതേ തുടർന്ന് വനംവകുപ്പും പോലീസും സ്ഥലത്തെത്തി തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായിരുന്നില്ല. മഴയുള്ള സമയമായതിനാൽ പുലിയുടെ കാൽപ്പാടുകളും തെളിഞ്ഞു കാണില്ലെന്ന് വനംവകുപ്പും ഉറപ്പിച്ചു പറയുന്നു. എന്നാൽ ഈ പ്രദേശങ്ങളിൽ കാട്ടുപൂച്ചയുടെ സാന്നിധ്യം മുൻപ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ സമാനമായ രീതിയിലാണ് മാളികപ്പറമ്പ് ശ്മശാനത്തിനടുത്ത് പുലിയെ കണ്ടതായി സമീപവാസിയായ സ്ത്രീ ഉച്ചയോടെ നാട്ടുകാരെ അറിയിക്കുന്നത്. ഇതേ തുടർന്ന് വീണ്ടും വനംവകുപ്പും പോലീസും എത്തി തെരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. എന്നിരുന്നാലും ഒന്നിൽ കൂടുതൽ ആളുകൾ ഇത് സ്ഥിരീകരിച്ചു പറയുന്നതിനാൽ ഏതോ ഒരു ജീവിയുടെ സാന്നിധ്യം പ്രദേശത്ത് ഉണ്ടെന്ന് വനംവകുപ്പും ഉറപ്പിക്കുന്നുണ്ട്. അതിനാൽ തന്നെയും വരും ദിവസങ്ങളിലും തെരച്ചിൽ നടത്താനാണ് വകുപ്പിന്റെ തീരുമാനം. എന്തുതന്നെയായാലും പുലിയാണോ പൂച്ചയാണോ എന്ന കാര്യത്തിൽ ഉറപ്പുവരുത്താതെ ഇനി മാളികപ്പറമ്പ് പ്രദേശവാസികൾക്ക് സമാധാനമുണ്ടാവുകയില്ല. സിറ്റി ന്യൂസ്, കണ്ണൂർ. ഇടവേളക്കുമ്പായി പ്രധാന വാർത്തകൾ വീണ്ടും. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്കുള്ള ധനസഹായ വിതരണം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ആശ്രിതർക്ക് കൈമാറി. ലഭിക്കുക സർക്കാർ പ്രഖ്യാപിച്ച 5 ലക്ഷം ഉൾപ്പെടെ 14 ലക്ഷം രൂപ. ഇംഗ്ലീഷ് പരിപോഷണ പരിപാടിയുമായി കുറുവ UP സ്കൂൾ. എബിലേസിൽ ഇംഗ്ലീഷ് രസകരവും ലളിതവുമായി പഠിക്കാം. കുട്ടികൾക്ക് ഇനി ധൈര്യമായി ഇംഗ്ലീഷിനെ നേരിടാം. രാമായണ മാസത്തിന് ഇനി നാളുകൾ മാത്രം. വടക്കേ മലബാറിലെ 4 അമ്പല ദർശന മാർഗനിർദ്ദേശങ്ങളുമായി ക്ഷേത്ര ഭാരവാഹികൾ. ദർശനത്തിനെത്തുന്നവർ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ലഘുഭക്ഷണങ്ങൾ ഭക്തർക്ക് ഒരുക്കുമെന്നും ഭാരവാഹികൾ. പറഞ്ഞ തുക മുഴുവനുണ്ട്, വേണേ എണ്ണി നോക്കിക്കോളൂ. അത് കുഴപ്പമില്ല. നീ പോലെ മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെയായി നന്നായി സമ്പാദിക്കുന്നുണ്ടല്ലോ. എന്ത് ചെയ്യാനാ മോളെ, ജീവിക്കണ്ടേ? കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഇത്തരം വർക്ക്സ് ഒക്കെ ചെയ്യാൻ പറ്റും. അതിന് എക്സ്പീരിയൻസ് ഒക്കെ വേണ്ടേ? പെർഫെക്റ്റ് ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാം സിമ്പിൾ അല്ലേ? കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ തന്നെ സമ്പാദിക്കാൻ പറ്റുന്ന രീതിയിലാണ് GITD അവരുടെ ഓരോ സിലബസും ട്രെയിനിങ്ങും എല്ലാം ക്രമീകരിച്ചിട്ടുള്ളത്. Professional Diploma in Fashion Designing, Advanced Diploma in Fashion Designing and Diploma in Fashion Designing. Professional Diploma in Beautician and Cosmetology, Advanced Diploma in Beautician and Cosmetology and Diploma in Beautician. പരിചയസമ്പന്നരായ അധ്യാപകരുടെ നേതൃത്വത്തിലുള്ള പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സ്, കൂടാതെ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ. GITD തൊഴിൽ പരിശീലനത്തിലൂടെ സ്ത്രീ ശാക്തീകരണം. GITD എന്റെ അഭിമാനം, എന്റെ മേൽവിലാസം. Maharani Jewellers, Bank Road, Kannur, AVK Nair Road, Talasheri, MO Road, Thrissur. വാർത്തകൾ തുടരുന്നു. കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ വനിതാ പഠന ക്യാമ്പ് IMA ഹാളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടനം ചെയ്തു. അച്ഛനായി പ്രത്യേകിച്ച് സംഘടനാ പ്രവർത്തനമൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി ഇടപെടാനും നല്ല സാമൂഹ്യ ബോധവും നല്ല രാഷ്ട്രീയ ബോധവും കുട്ടികൾ ചേർത്ത് പിടിക്കാനുള്ള ശേഷിയുള്ളവരാണ് KSPയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന അധ്യാപകർ. ഈ സാമൂഹ്യ സാഹചര്യത്തിൽ നമ്മളിങ്ങനെയാണ് നമുക്ക് ശേഷം വരുന്ന തലമുറയ്ക്കകത്ത് നല്ല മാറ്റം വരുന്നത്. അത് ആൺകുട്ടികളിൽ വേണം, പെൺകുട്ടികളിൽ വേണം. നിങ്ങൾ നോക്കും, കേരളത്തിലെ പാഠപുസ്തകത്തിനകത്ത് ആണിനെ കുറിച്ചും പെണ്ണിനെ കുറിച്ചും ഒന്നിച്ചിരിക്കേണ്ടതിനെ കുറിച്ചും മാത്രം പറഞ്ഞ സമയത്ത്, അത് ജെൻഡറിനെ കുറിച്ച് പറഞ്ഞ സമയത്ത് വല്ലാത്ത അസ്വസ്ഥത പലർക്കുണ്ടായില്ലേ, സമരമുണ്ടായില്ലേ?
അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞ് സമരം നടത്തിയില്ലേ? അതായത് ഇതാ ആൺകുട്ടികളും പെൺകുട്ടികളും ഒറ്റ ടോയ്ലറ്റ് അനുവദിക്കാൻ കേരളത്തിലെ സർക്കാർ എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചില്ലേ? ഒരു കോളേജിൽ കഴിഞ്ഞ ദിവസം കണ്ടു ആൺകുട്ടികളും പെൺകുട്ടികളും ഞങ്ങൾ കോളേജിൽ ഈ ഒരു ടോയ്ലറ്റാണ് ഉപയോഗിക്കുന്നത്, കോളേജിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തീരുമാനിക്കുക. അതായത് പുതിയ തലമുറയിൽ കാഴ്ചപ്പാടിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ട് വരണം. ജില്ലാ പ്രസിഡന്റ് കെ പ്രകാശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കെ ശശീന്ദ്രൻ, വി സ്വാതി, ടി രജില, വി വിനോദ് കുമാർ, പി സുരേന്ദ്രൻ, കെ ദീവേഷ്, CK വിജേഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ലിംഗപദവിയുടെ രാഷ്ട്രീയം, സംഘടനാ രംഗം തുടങ്ങിയ വിഷയങ്ങളിൽ ശ്രീജിത്ത്, കെ ബീന എന്നിവർ ക്ലാസുകൾ നയിച്ചു. കുറുവ UP സ്കൂളിൽ ഇംഗ്ലീഷ് ഭാഷാ പരിപോഷണ പരിപാടി ആരംഭിച്ചു. ഇംഗ്ലീഷ് അധ്യാപകനും കോളേജ് ഓഫ് കൊമേഴ്സ് റിട്ടയർഡ് അധ്യാപകനുമായ സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഇംഗ്ലീഷ് പരിപോഷണ ക്ലാസുകൾ നടത്തുന്നത്. കണ്ണൂർ SN കോളേജ് ഇംഗ്ലീഷ് വിഭാഗം സീനിയർ ലെക്ചർ ഹൃദ്യ പരിപാടി ഉദ്ഘാടനം ചെയ്തു. You're sent to your schools. The first standard, the teacher will write like A, B, C for cat, like that. Then you'll be given textbooks, stories, and you read it. You read it. So from first standard to 10th standard, nowhere English is seen as a language of communication. ഇംഗ്ലീഷ് ഭാഷ രസകരമായും ലളിതമായും പഠിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും വേണ്ടിയാണ് ബ്ലേസ് എന്ന പേരിൽ ഇംഗ്ലീഷ് പരിപോഷണ പരിപാടി നടപ്പിലാക്കുന്നത്. പ്രസിദ്ധ ഇംഗ്ലീഷ് അധ്യാപകനും കോളേജ് ഓഫ് കൊമേഴ്സ് റിട്ടയർഡ് അധ്യാപകനുമായ സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഇംഗ്ലീഷ് പരിപോഷണ ക്ലാസുകൾ നടത്തുന്നത്. ഹെഡ്മാസ്റ്റർ പ്രദീപൻ മാസ്റ്റർ അധ്യക്ഷനായ യോഗ പരിപാടിയിൽ മുഹമ്മദ് അഷ്റഫ്, സ്കൂൾ മാനേജർ കോറോത്ത് പ്രകാശൻ, മദർ PTA ഐശ്വര്യ, SRG കൺവീനർ CC സവിത, ഇംഗ്ലീഷ് ക്ലബ് കൺവീനർ വിദ്യ മേരി എന്നിവർ പരിപാടികൾക്ക് ആശംസകൾ നേർന്ന് സംസാരിച്ചു. സ്റ്റാഫ് സെക്രട്ടറി മുകേഷ് മാസ്റ്റർ നന്ദി അറിയിച്ചു. കുറുവ UP സ്കൂള് പഠനരംഗത്തും അതുപോലെ പാഠ്യരംഗത്തും വളരെ മികവിൽ നിൽക്കുന്ന ഒരു വിദ്യാലയമാണ്. എല്ലാ പ്രവർത്തനങ്ങളും അക്കാദമിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളും അതുപോലെ പാഠ്യേതര പ്രവർത്തനങ്ങളും വളരെ ചിട്ടയായിട്ട് നടക്കുന്ന വിദ്യാലയമാണ് കുറുവ UP സ്കൂൾ. അതിൻ്റെതായ മികവും മെച്ചവും നമ്മുടെ വിദ്യാർത്ഥികൾക്കും നമ്മുടെ സ്കൂളിലും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ വർഷം വളരെ പുതിയൊരു പ്രോഗ്രാമായിട്ട് നമ്മൾ മുന്നോട്ട് വന്നിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഇംഗ്ലീഷ് മീഡിയം ഉൾപ്പെടെയുള്ള സ്കൂളായതുകൊണ്ട് തന്നെ നമ്മുടെ എല്ലാ കുട്ടികൾക്കും മലയാളം മീഡിയം ഇംഗ്ലീഷ് മീഡിയം കണക്കിലെടുക്കാതെ മുഴുവൻ കുട്ടികൾക്കും സ്പോക്കൺ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടിട്ട് ഒരു പ്രോഗ്രാം നമ്മൾ പുതുതായിട്ട് ഈ വർഷം തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അങ്ങനെ കുട്ടികൾക്ക് ഭയരഹിതമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും അതുപോലെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഭയരഹിതമായിട്ട് ചെയ്യാനും അതുപോലെ ആ ഒരു സ്കില്ല് കുട്ടികളിലേക്ക് വളർത്തിയെടുക്കാൻ ആവശ്യമായ പ്രവർത്തനമാണ് നമ്മളിതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. വെബ്ലൈസ് എന്ന പേരിൽ ഈ ഒരു പ്രോഗ്രാം നമ്മൾ നടത്തുന്നത് ഈ ഒരു 10 ദിവസം 10 ശനിയാഴ്ചകൾ പ്രത്യേകിച്ച് വർക്കിംഗ് ഡേ അല്ലാതെ ശനിയാഴ്ചകൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പോൾ വർക്കിംഗ് ഡേ അല്ലാതെ 10 ശനിയാഴ്ച സാധാരണ സ്കൂൾ വർക്ക് ചെയ്യുന്നത് പോലെ തന്നെ കുട്ടികൾ രാവിലെ മുതൽ ഉച്ചവരെ സ്കൂളിൽ വരുന്നു. ഒരു 1.5 മണിക്കൂർ നേരം LP ക്ലാസ്സിലും UP ക്ലാസ്സിലും ഈ ക്ലാസ് നടക്കുന്നു. അതോടൊപ്പം ടീച്ചേഴ്സും കൂടി പങ്കുചേർന്നതുകൊണ്ട് ഈ ഒരു പ്രവർത്തനം വളരെ മികച്ച രീതിയിൽ ഒരു 10 ആഴ്ച കൊണ്ട് നമ്മൾ വളരെ മികച്ച രീതിയിലുള്ള പ്രവർത്തനത്തിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ഈ 10 ദിവസത്തെ ക്ലാസ് കൊണ്ട് തന്നെ കുട്ടികളിലെ ആവശ്യമായ അടിസ്ഥാനപരമായ അറിവുകൾ ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ടിട്ട് കൃത്യക്ക് ആവശ്യമായ അറിവുകൾ നമുക്ക് കൊടുക്കാൻ സാധിക്കുമെന്നാണ് വിചാരിക്കുന്നത്. അതിൻ്റെ കൂടെ തുടർപ്രവർത്തന നിലയിലുള്ള പ്രവർത്തനങ്ങളും ക്ലാസുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ മറ്റു ദിവസങ്ങൾ നടത്തും. അപ്പോൾ ഇതിനെ ടീച്ചേഴ്സിൻ്റെയും രക്ഷിതാക്കളുടെയും അതുപോലെ തന്നെ എല്ലാവരുടെയും പിന്തുണ നമുക്ക് കൃത്യമായിട്ടുണ്ട്. PTA കമ്മിറ്റിയും അതുപോലെ തന്നെ വികസന സമിതിയും അതുപോലെ മാനേജ്മെൻറ്റും എല്ലാം ഇതിനാവശ്യമായ എല്ലാവിധ പിന്തുണയും നമുക്ക് നൽകിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഈ ഒരു പ്രവർത്തനം പൂർത്തിയാകുന്നതോടുകൂടി നമ്മുടെ കുട്ടികൾക്ക് ഭയരഹിതമായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനും അതുപോലെ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് ചെയ്യാനും ആവശ്യമായ കൃത്യമായിട്ടുള്ള കഴിവ് ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സഹകരണ വകുപ്പിന്റെയും കണ്ണൂർ സർക്കിൾ സഹകരണ യൂണിയന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സഹകരണ ദിനാചരണത്തിന് ജില്ലാതല ഉദ്ഘാടനം നടന്നു. ടൗൺ സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PP ദിവ്യ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. സാധനങ്ങളാണ് ഉപയോഗശൂന്യമായി മാറുന്നത്. അതിനെല്ലാം ഒരുപക്ഷെ ബാങ്ക് നേരിട്ട് നടത്തുക എന്നത് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് നല്ല കോൾഡ് സ്റ്റോറേജ് പോലും നമ്മുടെ ജില്ലയിൽ ഇപ്പോഴും ലഭ്യമല്ല. ഇനിയും അനന്ത സാധ്യത സഹകരണ മേഖലയ്ക്കകത്തുണ്ട്. അത് ഈ നാടിന്റെ മാറ്റത്തിന് സഹായകരമാകുന്നതാണ്. പ്രത്യേകിച്ച് കാർഷിക മേഖലയ്ക്ക് ഒരു വലിയ സഹായം ഈ ഘട്ടത്തിലെല്ലാം നമ്മൾ നൽകേണ്ടതുണ്ട് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. കാർഷിക മേഖല പ്രത്യേകമായി എടുത്തു പറയാൻ കാരണം നമുക്കറിയാം, കർഷകർക്ക് ലഭിക്കേണ്ട പല സബ്സിഡികളും പല ആനുകൂല്യങ്ങളും പല സഹായങ്ങളും
കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭ്യമാവാത്തൊരു സാഹചര്യം ഇന്നുണ്ട്. സംസ്ഥാന സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളിൽ ലഭിക്കുന്ന ഫണ്ടിൽ നിന്നാണ് ഒരു നിശ്ചിത ശതമാനം തുക കാർഷിക മേഖലയിൽ ഇപ്പോൾ വിനിയോഗിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത് മാത്രം പോരാ. ഇപ്പം ഞാനിവിടെ വന്നപ്പോൾ ഞാൻ നമ്മുടെ രജിസ്ട്രാറിനോട് അദ്ദേഹത്തോട് ഞാൻ സംസാരിക്കുകയായിരുന്നു. നമ്മളിപ്പോൾ MSME സെക്ടർ അതിൽ ഇപ്പോൾ സഹകരണ ബാങ്കുകൾ സംസ്ഥാന സഹകരണ യൂണിയൻ മാനേജിംഗ് കമ്മിറ്റി അംഗം KK നാരായണൻ അധ്യക്ഷത വഹിച്ചു. മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച സഹകരണ സ്ഥാപനങ്ങൾക്ക് ഉപഹാരങ്ങൾ നൽകി. സഹകരണ സ്റ്റാമ്പിന്റെ പ്രകാശനം സഹകരണ ഓഡിറ്റ് ജോയിന്റ് ഡയറക്ടർ V രാമകൃഷ്ണൻ നിർവഹിച്ചു. K രാജീവൻ, E രാജേന്ദ്രൻ, VA രാജൻ, N ബാലകൃഷ്ണൻ, K പത്മനാഭൻ, KK ജയരാജൻ തുടങ്ങിയവർ സംബന്ധിച്ചു. തളിപ്പറമ്പിൽ വീണ്ടും പ്ലാസ്റ്റിക് വേട്ട. 1.5 ക്വിന്റൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ പിടികൂടി. അള്ളാംകുളത്തെ ഹൈപാർക്ക് ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിന് 10,000 രൂപ പിഴ ചുമത്തി. വിതരണത്തിനായി ഗോഡൌണിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് തളിപ്പറമ്പ് നഗരസഭയിൽ നടത്തിയ പരിശോധനയിലാണ് 1.5 ക്വിന്റലിലധികം നിരോധിത ഒറ്റത്തവണ ഉപയോഗ പ്ലാസ്റ്റിക് ആവരണമുള്ള വസ്തുക്കൾ പിടിച്ചെടുത്തത്. പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ, പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ കപ്പുകൾ, പ്ലാസ്റ്റിക് ആവരണമുള്ള പേപ്പർ പ്ലേറ്റുകൾ, സ്പൂണുകൾ, സ്ട്രോകൾ എന്നിവ 150 കിലോഗ്രാം വിതരണത്തിനായി ഗോഡൌണിൽ സൂക്ഷിച്ചതിന് അള്ളാംകുളത്തെ ഹൈപാക്ക് ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിനാണ് 10,000 രൂപ പിഴ ചുമത്തിയത്. തുടർ നടപടികൾക്കായി നഗരസഭയ്ക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ടീം ലീഡർ അഷറഫ് PP, എൻഫോഴ്സ്മെന്റ് ഓഫീസർ രഘുവരൻ TV, സ്ക്വാഡ് അംഗം നിതിൻ വത്സലൻ, ദിബിൻ CK, തളിപ്പറമ്പ് നഗരസഭ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ പ്രീഷ, ലതീഷ് P എന്നിവരും പങ്കെടുത്തു. രാമായണ മാസത്തിൽ നാലമ്പല ദർശനം നടത്തുന്നതിനെക്കുറിച്ച് ഭക്തജനങ്ങൾ പാലിക്കേണ്ട ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള ക്രമങ്ങൾ ക്ഷേത്രഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ വിശദീകരിച്ചു. കർക്കിടക മാസത്തിൽ വടക്കേ മലബാറിലെ നാലമ്പല ദർശനം ജൂലൈ 16 മുതൽ ഓഗസ്റ്റ് 17 വരെ ആയിരിക്കും. ദർശന സമയങ്ങളിൽ ഭക്തർക്കായി ക്ഷേത്രങ്ങളിൽ ലഘുഭക്ഷണങ്ങൾ ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. നീർവേലി ശ്രീരാമക്ഷേത്രം, പെരിഞ്ചേരി ശ്രീ ലക്ഷ്മണ ക്ഷേത്രം, എളയാവൂർ ഭരതക്ഷേത്രം, പായം ശ്രീ മഹാവിഷ്ണു ശത്രുഘ്ന ക്ഷേത്രം എന്നിവയാണ് നാലമ്പല ക്ഷേത്രങ്ങൾ. ടൂർ ഓപ്പറേറ്റർമാർ ഇക്കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും ദർശന സമയങ്ങളിൽ ഭക്തർക്കായി ക്ഷേത്രങ്ങളിൽ ലഘുഭക്ഷണങ്ങൾ ഉണ്ടായിരിക്കുമെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ 2-3 വർഷമായി നമ്മുടെ കണ്ണൂർ ജില്ലയിലെ 4 ക്ഷേത്രങ്ങളിലും ദർശന പുണ്യം തേടി നിരവധി ഭക്തജനങ്ങളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഈ 4 ക്ഷേത്രങ്ങളിലും 4 ക്ഷേത്രങ്ങളെന്ന് പറഞ്ഞാൽ നീർവേലി ശ്രീരാമസ്വാമി ക്ഷേത്രം, എളയാവൂർ ഭരതഭഗവതി ക്ഷേത്രം, പെരിഞ്ചേരി ശ്രീ ലക്ഷ്മണ ക്ഷേത്രം, പായത്തുള്ള ശത്രുഘ്ന ക്ഷേത്രം. ഈ 4 ക്ഷേത്രങ്ങളിലും ഉച്ചയ്ക്ക് മുമ്പായി ദർശനം നടത്തുക എന്നുള്ളത് രാമായണ മാസത്തിലെ വളരെ പുണ്യമായ ഒരു കർമ്മമായിട്ടാണ് ഭക്തജനങ്ങൾ കരുതുന്നത്. ആ എത്തിച്ചേരുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ സൗകര്യങ്ങളും ക്ഷേത്രത്തിൽ ഒരുക്കിയിട്ടുണ്ട്. മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള 3 ക്ഷേത്രങ്ങളും പായത്ത് ദേവസ്വം ബോർഡിൻ്റെ കീഴിലല്ലാത്തൊരു ക്ഷേത്രവുമാണ് ഉള്ളത്, ശത്രുഘ്ന ക്ഷേത്രം. പക്ഷേ എല്ലാ നാലമ്പല ക്ഷേത്രങ്ങളിലെ ഭരണാധികാരികളും തീർത്ഥാടകർക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ ഈ ദർശനം നല്ല രീതിയിൽ കഴിഞ്ഞ വർഷവും അതിൻ്റെ പിന്നത്തെ വർഷവും നടത്തിയിട്ടുണ്ട്. ഇക്കൊല്ലവും നമ്മൾ അതിനുള്ള മുന്നൊരുക്കങ്ങളെല്ലാം നടത്തിയിട്ടുണ്ട്. എളയാവൂർ ദേവസ്വം ചെയർമാൻ പ്രദീപൻ, നീർമേലി ശ്രീരാമസ്വാമി ക്ഷേത്രം പ്രസിഡന്റ് VV ഭാസ്കരൻ, പെരിഞ്ചേരി ദേവസ്വം ചെയർമാൻ M ഭാസ്കരൻ, ശത്രുഘ്ന ക്ഷേത്രം സെക്രട്ടറി PM വിവേക്, പെരിഞ്ചേരി ദേവസ്വം പ്രസിഡന്റ് തുഷാർ മാസ്റ്റർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ലയൺസ് ക്ലബ്ബ് ഓഫ് കണ്ണൂർ മാവറിക്സിന്റെ 2024-25 വർഷത്തേക്കുള്ള പ്രസിഡന്റിന്റെയും ഭാരവാഹികളുടെയും സ്ഥാനാരോഹണ ചടങ്ങ് കണ്ണൂരിൽ നടന്നു. ഹോട്ടൽ ബിനാലെ ഇന്റർനാഷണലിൽ നടന്ന പരിപാടി PMCC ഗാറ്റ് ഏരിയ ലീഡർ അഡ്വക്കേറ്റ് വാമനകുമാരി ഉദ്ഘാടനം ചെയ്തു. ഒരു ചെറിയ വരയിട്ടാണ്. What is a small line? My dear lions, lionesses, cubs and friends, that small line is what our life. The line that connects between the 2 years. അത്രേ ഉള്ളൂ ലൈഫ്. Make it as memorable as possible. Make it as meaningful as possible. അതെത്ര അവിസ്മരണീയമാക്കാൻ പറ്റും, അതെത്ര അർത്ഥവത്താക്കാൻ പറ്റും, അത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. അതിനപ്പുറത്തേക്ക് ഒന്നും ചെയ്യാനില്ല. അത് ചെയ്യാനുള്ള വർക്ക്, അത് ചെയ്യാനുള്ള താല്പര്യം, അത് ചെയ്യാൻ നമ്മൾ എഫർട്ട് എടുക്കുക എന്നുള്ളതാണ്. അതിന് ലയൺസിന്റെ നമ്മൾക്ക് ഒരുപാട് നമ്മൾ എല്ലാവരെയും രക്ഷിക്കാനും കഴിയില്ല, പക്ഷെ നമുക്ക് പലരെയും സഹായിക്കാൻ പറ്റും. ആ സഹായത്തിലേക്ക് നീങ്ങാനുള്ള പ്രവർത്തനങ്ങൾ നടത്താനാണ് തീർച്ചയായിട്ടും ലിജിത്തിനും അദ്ദേഹത്തിന്റെ ടീമിനും താല്പര്യം ഉണ്ടാവേണ്ടതും അതിനുവേണ്ടി അവർ ശ്രമിക്കേണ്ടതും. അതിന് നിങ്ങളെ സഹായിക്കാൻ തീർച്ചയായിട്ടും ഞാനിന്ന് അത്ഭുതപ്പെട്ടു. രാജേഷ് വൈഭവ് ഈ ക്ലബിലെ മെമ്പറാണ് ഇന്ന് ഞാനുള്ളത്.
ബിനാലെ ഇന്റർനാഷണലിൽ നടന്ന ചടങ്ങിൽ അഡ്വക്കേറ്റ് വാമനകുമാർ പുതുതായി സ്ഥാനമേൽക്കുന്നവർക്ക് ഓത്ത് ചൊല്ലിക്കൊടുത്ത് പുതിയ ഭാരവാഹികളെ സ്വീകരിച്ചു. പ്രസിഡന്റായി ദിൽജിത്ത് കെയും സെക്രട്ടറിയായി വിംഗ് കമാൻഡന്റ് വിജയൻ പിയെയും ട്രഷററായി ഹരീന്ദ്രൻ എം കെയും മറ്റ് ടീം അംഗങ്ങളും സ്ഥാനമേറ്റു. ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്ന ഡോക്ടർ OV സനൽ PMJF പുതിയ മെമ്പർമാരെ ബാഡ്ജ് നൽകി സ്വീകരിച്ചു. ഭോപ്പാലിലെ ഗാന്ധി മെഡിക്കൽ കോളേജിൽ നിന്നും ഗൈനക്കോളജിയിലും പ്രസവ ചികിത്സയിലും ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കിയ ഡോക്ടർ ജസ്മിത വിജയനും +2 ICSE സിലബസിൽ 85% മാർക്ക് നേടിയ ദേവി കൃഷ്ണയെയും ഉപഹാരം നൽകി ആദരിച്ചു. ഡോക്ടർ OV സനൽ, MK ഹരീന്ദ്രൻ, K ദിൽജിത്ത്, KN രവീന്ദ്രൻ, MC രജീഷ്, അനൂപ് കുമാർ, KPT ജലീൽ, അഡ്വക്കേറ്റ് വിനോദ് ഭട്ടതിരിപ്പാട്, K രാംദാസ് എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. വിവിധ കലാപരിപാടികളോടെയാണ് പരിപാടി അവസാനിച്ചത്. കാഞ്ഞിരക്കൊല്ലി ചിറ്റാരി വനാതിർത്തിയിൽ ഉടമസ്ഥനില്ലാത്ത നിലയിൽ വാഷ് കണ്ടെത്തി. ഉടുമ്പൻപുഴയിൽ നിന്നും 125 ലിറ്റർ വാഷാണ് കണ്ടെടുത്തത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PR സജീവന്റെ നേതൃത്വത്തിലായിരുന്നു ശ്രീകണ്ഠപുരം ഭാഗങ്ങളിൽ റെയ്ഡ് നടത്തിയത്. കാഞ്ഞിരംകൊല്ലി ചിറ്റാരി വനാതിർത്തിയിലുള്ള ഉടുമ്പൻപുഴയിൽ നിന്നും 125 ലിറ്റർ വാഷാണ് കണ്ടെടുത്തിട്ടുള്ളത്. കർണാടക വനാതിർത്തിയിലെ കാഞ്ഞിരംകൊല്ലി, ചിറ്റാരി എന്നിവിടങ്ങളിലും അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ PR സജീവന്റെ നേതൃത്വത്തിലായിരുന്നു റെയ്ഡ് നടത്തിയത്. ഉടമസ്ഥനില്ലാത്ത നിലയിലായിരുന്നു 125 ലിറ്റർ വാഷ് കണ്ടെടുത്തത്. റെയ്ഡിൽ പ്രിവന്റീവ് ഓഫീസർ MV പ്രദീപൻ, സിവിൽ എക്സൈസ് ഓഫീസർ MM ഷഫീഖ്, ഡ്രൈവർ KV പുരുഷോത്തമൻ എന്നിവരും ഉണ്ടായിരുന്നു. സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അല്ലറയ്ക്കൽ മഹാറാണി ജ്വല്ലേഴ്സ്, ബാങ്ക് റോഡ് കണ്ണൂർ, AVK നായർ റോഡ് തലശ്ശേരി, MO റോഡ് തൃശൂർ. സ്വർണ്ണവില ഗ്രാമിന് 6765 രൂപ, പവന് 54,120 രൂപ, വെള്ളി 97 രൂപ. അവസാനമായി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവർക്കുള്ള ധനസഹായ വിതരണം മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ആശ്രിതർക്ക് കൈമാറി. ലഭിക്കുക സർക്കാർ പ്രഖ്യാപിച്ച 5 ലക്ഷം ഉൾപ്പെടെ 14 ലക്ഷം രൂപ. ഇംഗ്ലീഷ് പരിപോഷണ പരിപാടിയുമായി കുറുവ UP സ്കൂൾ. എബിലേസിൽ ഇംഗ്ലീഷ് രസകരവും ലളിതവുമായി പഠിക്കാം. കുട്ടികൾക്ക് ഇനി ധൈര്യമായി ഇംഗ്ലീഷിനെ നേരിടാം. രാമായണ മാസത്തിനി നാളുകൾ മാത്രം. വടക്കേ മലബാറിലെ 4 അമ്പല ദർശന മാർഗനിർദ്ദേശങ്ങളുമായി ക്ഷേത്ര ഭാരവാഹികൾ. ദർശനത്തിനെത്തുന്നവർ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ലഘുഭക്ഷണങ്ങൾ ഭക്തർക്ക് ഒരുക്കുമെന്നും ഭാരവാഹികൾ. വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.